നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? അവർ എത്രമാത്രം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. മേ ബി അവർ നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. ഓക്കെ, അത്രമാത്രമുള്ളൂ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സ്നേഹം അവരുടെ ഹൃദയത്തിലുണ്ട് തന്നെയാണ് കാണുന്നത്. ഒരു കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം എത്രയാണോ അതിനേക്കാളേറെ സ്നേഹം ആ വ്യക്തി നിങ്ങൾക്കായി അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അത്രമാത്രമുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്കായിട്ട് കൽപ്പിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് പറയാത്ത, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ള സ്നേഹമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ആൻഡ് യെസ്, ടെൻ ഓഫ് കപ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എത്രമാത്രം ആഴമേറിയതാണെന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഓരോ മൊമെന്റ്സും അവർക്ക് ഈ നിമിഷത്തിൽ പോലും അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ട്. ആ ഓർമ്മകളിലൂടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ ആ ഒരു സ്നേഹം, കെയർ, അറ്റൻഷൻ എല്ലാം അവർക്ക് ഉണ്ടാകണമെന്ന് അവർ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് ഉണ്ട്. മേ ബി അത് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവണമെന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അവരുടെ ലൈഫിൽ ഇതുവരെയും അവർ ഒരു വ്യക്തിയാലെയും ലഭിച്ചിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ള സന്തോഷം നിങ്ങളിൽ നിന്ന് മാത്രമാണ് അവർ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല. അത്രമാത്രമുള്ള ഒരു സ്നേഹമാണ് അവരിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, അവർക്ക് ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോട് ചെയ്തു പോയ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുകയാണ്. നിങ്ങളോട് പല കാര്യങ്ങളും അവർ തുറന്നു പറയാത്തതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവരുടെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ അവരുടെ വേദന എല്ലാം അവർ നിങ്ങളിൽ നിന്ന് പലപ്പോഴും മറച്ചു വെച്ചിട്ടുണ്ട്. മേ ബി അത് നിങ്ങളുടെ സ്നേഹം അവർക്ക് നഷ്ടമാകും എന്ന് ഉള്ള ചിന്തയിലായിരിക്കാം അവരത് ഹൈഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ, അത് തന്നെ റീസൺ ആയത് കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. യെസ്, അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. പക്ഷേ ഈവൻ അത്രയധികം പ്രോബ്ലംസിലാണ് അവർ എങ്കിൽ പോലും അവർ ഒരിക്കലും ലൈഫിൽ നിങ്ങളെ വേർപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവരെപ്പോഴും നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഓരോ മൊമെന്റിലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ഒരു വെൽവിഷർ ആണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളെപ്പോഴും നല്ലതായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മേ ബി അവർ ചിലപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ടായിരിക്കാം. അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് തവണ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. പല പല രീതികളിൽ, പല പല പാതകളിലൂടെയും അവർ അവരെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മേ ബി അതിനുള്ളൊരു ആക്ഷൻ അവർ എടുക്കുന്നുണ്ട്.
ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും. എത്ര തവണ പരാജയപ്പെട്ടു പോയാലും അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് അവരുടെ മനസ്സിൽ അവരെടുത്തിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. അത്രമാത്രം ഒരു ഇന്റൻസ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഒരു ഫയർ എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരുടെ മനസ്സിൽ അത്രമാത്രമുള്ള ഒരു സ്നേഹം. ആ സ്നേഹത്തിന്റെ എനർജി വളരെ കൂടുതലായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഈവൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവര് പല തരത്തില് എന്താണ് അവരെ തകർക്കുന്നുണ്ടെങ്കിലും അവരെ തോൽപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. യെസ്. വളരെയധികം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവര് ഒരു കിങ് ആയിട്ട് മാറുകയാണ്. കാരണം അവരുടെ മനസ്സിൽ വളരെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു തോട്ട് വരികയാണ്. കാരണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായി കഴിഞ്ഞാൽ അവരെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങൾ അവരോ കൂടെ ഉണ്ടാവുന്ന സമയത്ത് അവര് ഹാപ്പിയാണ്. അവരുടെ ലൈഫിൽ എല്ലാം അവർ നേടിയെടുത്ത ഒരു ചിന്തയാണ് അവർക്ക് ഉണ്ടാവുന്നത്. അത്രയും പ്രൗഡാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ അതിൻ്റെ ഒരു സൈൻ കിട്ടിയിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ അവർ തീർച്ചയായിട്ടും എടുക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഒരു മിറാക്കിൾ പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയി പോകുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത്രമാത്രമുള്ള ഒരു സർപ്രൈസ് തന്നുകൊണ്ട് ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ഓക്കെ. നിങ്ങൾ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. അവർ പറയുകയാണ് അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ അവർക്കൊരു ഇൻകംപ്ലീഷൻ തോന്നുന്ന ഒരു സമയമാണ്. ആൻഡ് ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഇപ്പോഴും അവർ നിങ്ങളോട് ഒരുമിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മൊമെന്റ് ആണ്. പക്ഷെ അവർക്കറിയില്ല എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്ക് പോസിബിൾ ആവേണ്ടത് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ്. അവരുടെ ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം അവർ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനോട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി the day I have let you go was the hardest day of my life. ഓക്കെ. നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയ ദിവസമാണ് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് അവർ കാണുന്നത്. ഓക്കെ. അത്രമാത്രം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആകുന്ന ഓരോ മൊമെന്റും അവർക്ക് അത്രമാത്രമുള്ള വിഷമമാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം. കാരണം പലരും ഈ ഒരു സമയത്ത് ട്വിൻ ഫ്ലെയിം എനർജിയിലാണെന്നാണ് കാണുന്നത്. ഓക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.